ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം TMCയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. നിരവധി സ്ത്രീകൾ മാനഭംഗത്തിനിരയാവുന്നു. ചില പ്രദേശങ്ങളിൽ ബാസിർഹട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ പോലും കഴിയുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. ഇത് സംബന്ധിച്ച് ഗവർണർ ആനന്ദ ബോസ് അവിടെ സന്ദർശനം നടത്തി. അവിടെ ക്രമസമാധാന തകർച്ച വ്യാപകമായി ഉണ്ടായിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നൊക്കെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെ കുറിച്ചുള്ള ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അവർ വലിയ തോതിൽ അക്രമം കാണിക്കുന്നു എന്ന് എല്ലാ ഭാഗത്തുനിന്നും ആക്ഷേപം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. CPM അത് ഉന്നയിച്ചിട്ടുണ്ട്, കോൺഗ്രസ് നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ ആ വാർത്തകളിൽ കണ്ടതനുസരിച്ച് വെറും രാഷ്ട്രീയമായ അക്രമം മാത്രമല്ല, അതിനൊരു വർഗീയ സ്വഭാവം കൂടിയുണ്ട്. ഈ രണ്ട് സംഭവങ്ങളെക്കുറിച്ചുള്ള ഞാൻ വാർത്ത കണ്ടു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് നേരിട്ട് ഈ ബലാത്സംഗ കേസ് ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ്. ഇയാൾ നൂറുകണക്കിന് സ്ത്രീകളെ, ഹിന്ദു സ്ത്രീകളെ ഇയാളുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം മാനഭംഗപ്പെടുത്തി എന്നാണ് പറയുന്നത്. അവർക്ക് വീട് വിട്ടോടി, അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ബംഗാളിലെ ഒരു വാർത്ത കുറേ കാലങ്ങളായി കേൾക്കുന്നത് TMCക്ക് ഒരു മുസ്ലിം മുഖമുണ്ട്. അത് ഹിന്ദു വിരുദ്ധ പാർട്ടി എന്ന ഒരു ലേബൽ. ഇപ്പോൾ അവിടെ കാളിപൂജ നടത്താൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ അത്തരം ഹിന്ദുക്കളുടെ ആരാധനയൊക്കെയായി ബന്ധപ്പെട്ട് വരുമ്പോൾ പലപ്പോഴും നിരോധനം ഉണ്ടാവുന്നു. ഇതൊക്കെ വാർത്തകളായിട്ട് വരുന്നുണ്ട്. അത് ഹിന്ദു വിരുദ്ധം എന്നൊരു മുഖം എനിക്ക് തോന്നുന്നു സമീപകാലത്ത് വന്നതാണ്. പക്ഷേ മൈനോറിറ്റീസിന്, മുസ്ലിങ്ങൾക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ മുഴുവൻ എൻ ബ്ലോക്കായിട്ട് വലിയ തോതിൽ TMCക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ മുസ്ലിം കമ്മ്യൂണിറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലൊട്ടാകെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കൊരു ജങ്ജറിലായിരുന്നല്ലോ. വല്ലാത്തൊരു ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു മുസ്ലിം പാർട്ടികൾ എന്ന് പറയാൻ ദേശീയ തലത്തിൽ ആരുമില്ല. മുസ്ലിം കമ്മ്യൂണിറ്റി വലിയ പ്രതിസന്ധിയിലാണ് എന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ സമയത്ത് അപ്പോൾ BJPക്കെതിരായിട്ട് ആരോ ഓപ്റ്റ് ചെയ്യണം എന്നുള്ളതിൽ അവർ ലെഫ്റ്റിനല്ല ഓപ്റ്റ് ചെയ്തത്. ബംഗാളിലെ മൈനോറിറ്റീസ്, മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ലെഫ്റ്റിനെ അല്ല തിരഞ്ഞെടുത്തത്, അവർ തൃണമൂലിനെയാണ്. അതിന് വേറെ ചില കാരണങ്ങൾ ഞാൻ നോക്കുമ്പോൾ അതിന് വേറൊരു പശ്ചാത്തലമുണ്ട് മാഷെ. അതായത് ബംഗാളിലെ മുസ്ലിങ്ങൾ ലെഫ്റ്റിനെ ആയിരുന്നു ഓപ്റ്റ് ചെയ്തിരുന്നത് നേരത്തെ. അതെ, ബംഗാളിലെ മുസ്ലിങ്ങളെ കുറിച്ച്, കാരണം ഈ CAA വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും ബംഗാളിലെ മുസ്ലിങ്ങളും ബംഗാളിലെ സർക്കാരും ബംഗാളിലെ രാഷ്ട്രീയ പാർട്ടി TMCയുമാണ്. കാരണം ബംഗ്ലാദേശിൽ നിന്ന് നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ബംഗ്ലാദേശിലേക്ക് അനധികൃതമായി കുടിയേറിയിട്ടുണ്ട്. അവർക്കൊക്കെ ആസാമിലുമുണ്ട്. അവർക്കൊക്കെ CPM മുൻകാലങ്ങളിൽ റേഷൻ കാർഡ്, ഇപ്പോൾ കേരളത്തിൽ പോലും ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ, അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് റേഷൻ കാർഡും ആധാറും ഒക്കെ കൊടുക്കുന്ന ഒരു പ്രക്രിയ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ബംഗാളിൻ്റെ ഒരു കോപ്പിയാണ്. ബംഗാളിൽ ഇങ്ങനെ ചെയ്ത് അന്യദേശത്തു നിന്ന് ബംഗ്ലാദേശികൾക്ക് അവിടുത്തെ വോട്ടർമാരാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ വളരെ ഫലപ്രദമായി CPM നടത്തിയിരുന്നു. അതായിരുന്നു അവരുടെ വോട്ട് ബേസിസ്. ആ വോട്ട് ബാങ്ക്, ആ വോട്ടടിത്തറ അതേപടി പൂർണ്ണമായും TMCയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതാണ് CPMന് അവിടെ സംഭവിച്ചതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിൽ മൈഗ്രേറ്റഡ് ആളുകളെ വ്യാജമായി നമ്മുടെ പൗരന്മാരല്ലാത്തവർക്ക് വോട്ടർ IDയും റേഷൻ കാർഡും ആധാറും ഉണ്ടാക്കി കൊടുത്ത് വോട്ടർമാരാക്കി മാറ്റി വോട്ട് ബാങ്ക് ഉണ്ടാക്കിയ CPMന് ആ ബേസ് നഷ്ടപ്പെട്ടതാണ് CPMന് ബംഗാളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയത്. അതിപ്പോ ഒരു കാരണങ്ങളിൽ ഒന്ന്, അതായത് ഒരു കാലത്ത് ഈ പറഞ്ഞതുപോലെ മുസ്ലിം മൈനോറിറ്റികളുടെ സപ്പോർട്ട് CPMനായിരുന്നു. അത് മുഴുവനായിട്ട് മമതയ്ക്ക് പോയി, പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ് മറ്റേ CAA നടപ്പാക്കുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ബംഗാളിൽ നിന്നാവുന്നത് TMC ആവുന്നത്, മമതയാവുന്നത്. ഈ അവർക്ക് ഡയറക്റ്റ് ഇഷ്യൂ ആണ്. അതെ, 24 ഫർഗാനാസ് തുടങ്ങിയുള്ള കുപ്രസിദ്ധമായ ജില്ലകളുണ്ട് അവിടെ. അവിടെയാണ് ഇപ്പോൾ EDയുടെ സംഘം ചെന്നപ്പോൾ കുപ്രസിദ്ധം, അവിടെ നിരന്തരം അക്രമമാണ്. ഏറ്റവും അവസാനം ED സംഘത്തിനെ ആക്രമിച്ചത് അവിടെയാണ്. അവിടുത്തെ ഒരു മുസ്ലിം നേതാവിനെ, TMC നേതാവിനെ റെയ്ഡ് ചെയ്യാൻ പോയ ED സംഘത്തിനെ ആക്രമിക്കുകയും വലിയ CBI അന്വേഷണം വേണം, വലിയ കോലാഹലമൊക്കെ ഉണ്ടായല്ലോ. 24 ഫർഗാനാസിലാണ് ഇത്രയും വയലൻസ്, ആന്റി ഹിന്ദു വയലൻസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കമ്മ്യൂണൽ ബേസ് നേരത്തെ കമ്മ്യൂണലാണ്. ഈ കമ്മ്യൂണൽ എല്ലാം TMC ആണ്. ഇവരെല്ലാം ഈ TMC എന്നുള്ള അംബർലയുടെ കീഴിൽ. എന്താണെന്ന് വെച്ചാൽ സാർ പറഞ്ഞതിൽ ഒരു കാര്യം വളരെ ക്ലിയറാണ്. ഈ അക്രമത്തിൻ്റെ ഒരു പശ്ചാത്തലം ബംഗാളിൽ നേരത്തെ ഉണ്ട്. നവഖാലി അവിടെയാണ്, ഈ ഡയറക്റ്റ് ആക്ഷൻ കാലത്തിന്റെ വിഭജനത്തിന്റെ ഇഷ്യൂസ് ഒക്കെ നടന്നൊരു ഡയറക്റ്റ് ആക്ഷൻ എന്നുള്ള ഏറ്റവും കൂടുതൽ കോളിന്, ആഹ്വാനത്തിന് ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടായത്
ഈ ബംഗാളിലാണ്. അപ്പോൾ ഞാൻ പറയുന്ന ബംഗാളിൽ അങ്ങനെ പശ്ചാത്തലമുണ്ട്. രണ്ടാമത്തെ കാര്യം, ബംഗാളിൽ ഒരു ക്രിമിനൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. ഏത് പാർട്ടിയിലെ ഇപ്പോൾ CPM-ലൊരു വിഭാഗത്തിന് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു മാത്രമല്ല ഇപ്പോൾ തൃണമൂലിൽ അത് വളരെ പ്രകടമായിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മമത അല്ലെങ്കിൽ ദീദി അക്ഷരാർത്ഥത്തിൽ അവരുടെ ഒരു മാനേജ്മെൻ്റ് ഉണ്ട്. അവർക്കറിയാം അവരുടെ കൂട്ടത്തിൽ അത് ഇപ്പോൾ തൃണമൂൽ എന്ന് പറഞ്ഞ പാർട്ടിയിൽ കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും വന്നവരാണല്ലോ, ഒരു പുതിയ പാർട്ടി നിലയ്ക്ക്. ഈ രണ്ട് പാർട്ടിയിൽ നിന്നും വന്ന കൂട്ടത്തിൽ നല്ലൊരു ശതമാനം ക്രിമിനൽസ് ഉണ്ട്. അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രശ്നം തന്നെ. എനിക്ക് തോന്നുന്നു വലിയ അഴിമതിക്കാരുണ്ട്, വലിയ അക്രമികളുണ്ട്. ഇപ്പോൾ ഈ വാർത്തകളിലൊക്കെ വരുന്നതനുസരിച്ചാണെങ്കിൽ വലിയ സ്ത്രീവിരുദ്ധ അക്രമങ്ങൾ നടത്തുന്നവരുണ്ട്, കൊള്ളക്കാരൊക്കെ ഉണ്ട്. ഇവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംശുദ്ധമായ വ്യക്തിത്വം എന്ന നിലയിലാണ് അവർ നിൽക്കുന്നത്. പേഴ്സണലി അവർക്കെതിരെ ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഇല്ല. മീൻസ് ഈ ഒരു ലീഡർ എന്ന നിലയിൽ മാത്രമല്ല, ഒരുപാട് മറ്റ് ലീഡർഷിപ്പിൽ ഇന്ത്യയിലെ മറ്റു പാർട്ടികൾക്കൊന്നും ഇല്ലാത്ത ലീഡർഷിപ്പ് ക്വാളിറ്റി പലതരത്തിലുള്ള വിശുദ്ധി അവർക്കുണ്ട് താനും. ഒരു പൊതുമുതലെടുക്കുന്നില്ല, പൊതുവാഹനം ഉപയോഗിക്കുന്നില്ല, ബംഗ്ലാവ് ഉപയോഗിക്കുന്നില്ല, ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് അതുകൊണ്ട് കഴിയില്ല. പക്ഷേ അല്ല, അത് നാട്ടില് ക്രമസമാധാനം ഉറപ്പാക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ അവർ വലിയ പ്രതീക്ഷ നൽകുന്ന, മാത്രമല്ല ബംഗാൾ ഒരു നല്ല സൂചനയാണ്. പ്രതീക്ഷ നൽകുന്ന ഇന്ത്യയിലെ പുതിയ സിനാരിയോയിൽ നല്ല പ്രതീക്ഷ നൽകുന്ന ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നതാണോ പ്രതീക്ഷ? തീർച്ചയായിട്ടും അല്ല. ഞാൻ പറയുന്നത് അതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് അടുത്ത കാലത്തല്ല, നിരന്തരം കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും അടുത്ത ഹിന്ദു തെരഞ്ഞെടുപ്പിന് ശേഷം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, വലിയ റേപ്പ് കേസ്. ഇത്രയും ശ്രദ്ധിക്കുന്ന തരത്തിലൊന്നും അല്ല, നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ സന്ദേശകാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ അക്രമത്തെ കുറിച്ച് മലയാളത്തിലെ ഒരു പത്രത്തിലും വാർത്തയില്ല, ഒരു ചാനലും കാണുന്നില്ല. അതേസമയം വടക്കേ ഇന്ത്യയിൽ ഒരു ദളിതന്റെയോ മുസ്ലിമിന്റെയോ വീട്ടിലെ ഒരു നായ കൊല്ലപ്പെട്ടാൽ പോലും ഇവിടെ ഹെഡ്ലൈൻസ് ഉണ്ടാവും. പക്ഷേ നാഷണൽ മീഡിയ അങ്ങനെയല്ലല്ലോ സർ. നാഷണൽ മീഡിയ ഇത് എടുത്തു പിടിക്കുന്നവരല്ലേ? മലയാളത്തിലില്ല. ഞാൻ പറഞ്ഞു, മലയാളത്തിൽ ഒരു മീഡിയ അറിഞ്ഞിട്ടില്ല. ഇതുവരെ ഈ നിമിഷം. ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായി ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടേതായിരിക്കും. അത് ശരി. അല്ല, തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ, എനിക്ക് ഒരു ആസ് എ ലീഡർ പേഴ്സൺ എന്ന നിലയിൽ ഇന്ത്യയിൽ വലിയ പ്രതീക്ഷ നൽകിയിരുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് വലിയ പ്രതീക്ഷ നൽകിയിരുന്ന ഒരാളാണ് മമത. മമതയെക്കുറിച്ച് വരുന്ന വാർത്തകളിൽ പതുക്കെ ഇവർക്ക് ഈ ക്രിമിനൽസിനെ, ഇവർക്ക് ഒരുപാട് ക്രിമിനൽസും വലിയ തോതിലുള്ള ആളുകളൊക്കെ, വലിയ കൊമ്പന്മാരായ ക്രിമിനൽസിനെയൊക്കെ അവർ നിലക്ക് നിർത്തിയിട്ടുണ്ട് പാർട്ടിക്കകത്ത് തന്നെ. പക്ഷേ ആ ക്രിമിനൽസിന് കുറെ കൂടി മേധാവിത്വം വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ വാർത്തകൾ പക്ഷെ ഓർക്കുന്നില്ലേ, ഈ BJP-യുടെ നേതാക്കന്മാരെല്ലാം കൂട്ടത്തോടെ തൂക്കിലേറ്റപ്പെട്ട ഇതിൽ മരങ്ങളിൽ കാണപ്പെടുന്നു. ഇതൊക്കെ ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള വാർത്തകളാണ്. CPM-ന് നേരെയല്ലേ അത് ഏറ്റവും കൂടുതൽ? അല്ലല്ല, BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP-യുടെ പ്രാദേശിക നേതാക്കന്മാരെ തല്ലിക്കൊന്ന് മരങ്ങളിൽ കെട്ടിത്തൂക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ CPM-ന്റെ പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെ ഇടിച്ച് തകർത്തതും ഭീകരമായിട്ട് ഞാൻ പറയുന്നത് അവിടെ. ഇപ്പൊ അതുകൊണ്ട് കാരണം അവിടെ ഇപ്പോൾ CPM-നെ അല്ല TMC ഫോക്കസ് ചെയ്തത്. CPM ഇല്ലാണ്ടായി. അവർക്കൊരു ബദൽ ശക്തിയായിട്ട് 10-18 സീറ്റുകൾ പാർലമെന്റിലേക്ക് നേടി, 80ഓളം സീറ്റുകൾ നിയമസഭയിൽ നേടി BJP വളർന്ന് കയറി വരികയാണ്. അപ്പോൾ അതിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഒരു വലിയ നയമുണ്ട്. പ്രോഗ്രാം ഉണ്ടാവും, അവർക്ക് പരിപാടി ഉണ്ടാവാം. അപ്പോൾ ഈ മാത്രമല്ല, ഇത് ബംഗാളിൽ ഇത് മമതയ്ക്ക് നൽകുന്ന വ്യക്തിപരമായ തിരിച്ചടിയും വളരെ വലുതാണ്. അവർ വലിയൊരു ഐക്കണായിട്ട് ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃനിരയിലേക്ക് പ്രതീക്ഷ കൊടുത്ത ഒരാളാണ്. അപ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ പിടിപ്പുകേട് കൊണ്ടും അല്ല, മണിപ്പൂരിൽ 2 സ്ത്രീകളെ നഗ്നരാക്കപ്പെട്ടു. നമ്മളൊക്കെ ഞെട്ടിപ്പോയ സംഭവമാണ്. അതെ. ഇവിടെ സുന്ദർബൻ മേഖലയിൽ സന്ദേശകാലിയിൽ 100-ലേറെ ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അതൊരു ജില്ലാ പഞ്ചായത്ത് നേതാവായ 100-നടുത്ത് സ്ത്രീകൾ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന TMC നേതാവിൻ്റെ ഗുണ്ടാ സംഘത്തിൻ്റെ ബലാത്സംഗത്തിന് ഇരയായി എന്നത് നമ്മളെ ആരെയും ലജ്ജിപ്പിക്കുന്നില്ല, ഒരു മെഴുകുതിരിയും കത്തുന്നില്ല. അല്ല, നമ്മുടെ മൊത്തത്തിൽ ഈ നോർത്ത് ഇന്ത്യയിലെ ഒരു ഉൾനാടൻ പൊളിറ്റിക്സ് ഇങ്ങനെയൊക്കെ തന്നെ. അല്ല, അങ്ങനെയാവുന്നത് എങ്ങനെയാണ്? പക്ഷേ ഇവിടെ പറയുന്നത് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഹിന്ദു ഫാസിസത്തെ നടപ്പാക്കുന്ന രാജ്യമാണെന്ന് പറയുന്ന ഇവിടുത്തെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ അനീതിക്കും റേപ്പിനും ഇരയായി നിസ്സഹായരായി നിലവിളിക്കുന്നത്. അത് ഡിപ്പെൻസ്. അവരുടെ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. അത് നമുക്ക് ഈ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നൊക്കെ കണക്കാക്കുന്നതിൻ്റെ അശാസ്ത്രീയതയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കേരളത്തിൽ ആരാണ് ഭൂരിപക്ഷം, ആരാണ് ന്യൂനപക്ഷം എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. മലപ്പുറത്ത് ആരാണ് ഭൂരിപക്ഷം, ന്യൂനപക്ഷം. ഇത് ഓരോ പ്രദേശത്തും ചെല്ലുമ്പോൾ അവരുടേതായ മെജോറിറ്റിയും അതിന്റെ മേൽക്കോയ്മ അതിന്റെ ഇന്ത്യയിലാകെ ന്യൂനപക്ഷം ഹനിക്കപ്പെടുന്നു, അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു എന്നാണ് നിലവിളി. അത് ദേശീയ തലത്തിലുള്ള മുദ്രാവാക്യമാണ്. ദേശീയ തലത്തിലാണ് ഈ ശബ്ദം കേൾക്കാതെ പോകുന്നത്. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മമതാ ബാനർജിയെ കുറിച്ചുള്ള ഇപ്പോഴത്തെ പ്രതീക്ഷയും അവരുണ്ടാക്കി വെച്ച ഇമേജ് മുഴുവൻ തകർക്കുന്ന വാർത്തകളാണ് ഇത് രണ്ടും. തീർച്ചയായിട്ടും ഒന്ന്,
അവർ പ്രശ്നങ്ങളെ കമ്മ്യൂണലായ പ്രശ്നങ്ങളെ വളരെ സെക്കുലറായി നിന്ന് നേരിട്ടൊരു പാരമ്പര്യം പലപ്പോഴും അവർക്ക്. അവിടെ ബാസിർ ഘട്ട് എന്ന് പറയുന്ന സന്ദേശകാലിയിലാണ് ഈ ഷാജഹാനിലാണ് ഈ ദുർഗാ പൂജ നടക്കാൻ പറ്റില്ല, അവിടെ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ പറ്റില്ല, പൂജയും ആരാധനയൊക്കെ രഹസ്യമായിട്ട് ചെയ്യണം. അങ്ങനെ ഇഷ്യൂ വരുന്നത് എന്താണ് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം. അതിപ്പോ ഗവർണർ പറഞ്ഞിരിക്കുന്നു, അവിടെ സ്വതന്ത്രമായ അന്വേഷണം വേണം, ഈ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്, സ്വതന്ത്രമായ കേന്ദ്രം. അതും ബംഗാളിലെ ദുർഗാപൂജ നിരോധിക്കപ്പെടുക, സ്വകാര്യം അങ്ങനെ സംഭവിക്കുമോ? ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട റാലികൾ നിരോധിക്കും. ബംഗാള് ദുർഗയുടെ നാടാണ്. അതാണ് അക്കാര്യത്തിൽ പോലും ഇടപെടലുകൾ ഉണ്ടാവുന്നു. നവരാത്രി സമയത്ത് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് BJP-യുള്ള വിരോധം വന്നൊരു ഹിന്ദു വിരോധമായിട്ട് എല്ലായിടത്തും അങ്ങനെയാണല്ലോ. എല്ലായിടത്തും BJP ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് അങ്ങനെ ഇവിടെ കൊല്ലപ്പെട്ട നമ്മുടെ അഭിമന്യു ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ മഹാരാഷ്ട്രയിലെ SFI-കാരനായ. ഈ വന്ന് ഇവർ RSSനെ ചാരി ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് കയറുന്നുണ്ട് എന്നൊരു പ്രസിദ്ധമായ ഒരു പോസ്റ്റുണ്ട് അഭിമന്യുവിൻ്റെ. പക്ഷെ അത് ആത്മഹത്യാപരമായിരിക്കും. ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു മമതാ ദീദി എന്ന് പറയുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള പോപ്പുലറായ ലീഡർ ചെയ്യേണ്ടിയിരുന്ന ഇത് അവിടുത്തെ ബംഗാളിൻ്റെ കൾച്ചറിൻ്റെ സകല വൈവിധ്യവും ദുർഗാപൂജ ഉൾപ്പെടെയുള്ള ഹിന്ദുവിൻ്റെ സംസ്കാരത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടും നിലനിർത്തിക്കൊണ്ടും തന്നെ വർഗീയ ലഹളകളില്ലാത്ത സംഘർഷങ്ങളില്ലാത്ത ഒരു ബംഗാളാണ്, വോട്ട് ബാങ്കാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇനി പക്ഷേ അത് ഗുണം ചെയ്യുമോ സാറേ? CPM ഇത് ചെയ്തിട്ടുണ്ട് സാർ. എങ്ങനെയെന്നറിയോ, ഈ കഴിഞ്ഞ ജനുവരി 31 ഇന്ത്യയിൽ മറച്ചു വെക്കപ്പെട്ട ഒരു വലിയ കൂട്ടക്കൊലയുടെ 45ാം വാർഷികമായിരുന്നു. മാരി ജാപ്പി എന്ന് പറയും. സുന്ദർബൻ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനപ്രദേശവും ശുദ്ധജല ദ്വീപ സമൂഹമാണ്. സുന്ദർബനിലെ ഒരു സ്ഥലമാണ് മാരി ജാപ്പി. അവിടേക്ക് ബംഗ്ലാദേശിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് ഓടി വന്ന മുസ്ലിങ്ങളാണ് CPM-ൻ്റെയും ഇപ്പോൾ മമതയുടെയും വോട്ട് ബാങ്ക്. അവിടെ നിന്ന് ദളിത് പിന്നോക്ക ഹിന്ദു സമുദായത്തിൽപ്പെട്ട കുറേ ആളുകൾ ഓടി വന്നിരുന്നു. അവർ സുന്ദർബനിൽ വന്നു. അവരെ CPM-ൻ്റെ പോലീസും ഈ പറഞ്ഞ CPM-കാരും, അതായത് ബംഗ്ലാദേശികളായി വന്ന CPM-കാരൊരു കൂട്ടക്കൊല ചെയ്തതിൻ്റെ 45ാം വാർഷികമായിരുന്നു ജനുവരി 31 ആരും അറിയാതെ കടന്നുപോയത്, മാരി ജാപ്പി കൂട്ടക്കൊല. അപ്പോൾ എക്കാലത്തും ഈ പറയുന്ന ആളുകൾ അത് ഈ ഹിന്ദു സമൂഹത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ്, കമ്മ്യൂണൽ പൊളിറ്റിക്സ് അവിടെയുണ്ട്. നേരത്തെ അതിൻ്റെ ബംഗാളിലുണ്ടായിരുന്നു. ഈ സുന്ദർബൻ മേഖലയിൽ ഇപ്പോൾ ഈ സന്ദേശകാലിയും ഒക്കെ സുന്ദർബൻ മേഖലയിൽ തന്നെയാണ്. അതിന് അന്ന് അവരുടെ കുട എന്ന് പറയുന്നത് CPM ആയിരുന്നെങ്കിൽ ഇപ്പോൾ TMC ആണ്. TMC അത് ഉപയോഗിക്കുന്നു. പക്ഷേ വലിയ നഷ്ടം വരുത്തൂലേ രാഷ്ട്രീയമായിട്ട്? മമതയ്ക്ക് വലിയ നഷ്ടം വരുത്തുന്നുണ്ട്. നഷ്ടം വരുന്ന ആർക്കാണെന്നറിയോ? ഹിന്ദുക്കൾക്കാണ്. അവർ കൊല്ലപ്പെട്ട് തീരുകയാണ്, നഷ്ടപ്പെടുകയാണ്. അത് മാത്രമാവോ സാർ? ഇവർക്കൊരു വലിയ ഇമേജ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു 4th ആൾട്ടർനേറ്റീവ് ഇന്ത്യയിൽ. ഇപ്പോൾ മൊത്തം എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്പർ 1 BJP ആണെങ്കിൽ, 2nd കോൺഗ്രസ് ആണെങ്കിൽ, 3rd ബംഗാളിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ 3rd അല്ല, ഒരു 2nd ഫസ്റ്റോ ഒക്കെ ആയിട്ട് തന്നെ ലെഫ്റ്റും ഉണ്ടായിരുന്നു. ഇത് മൂന്നിനും മധ്യ ഒരു ബദൽ ശക്തിയായിട്ടാണ് അവർ വന്നത്. ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷത്തെ നയിക്കാൻ ഇത്തരം വാർത്തകൾ അവർക്ക് അവരുടെ ഇമേജിന് മോശം ഉണ്ടാക്കുന്നതാണ് മാഷ് പറയുന്നത്. തീർച്ചയായിട്ടും വാർത്തകൾ വന്നാലല്ലേ, വാർത്തകൾ വരുന്നില്ല. നമ്മുടെ നാഷണൽ മീഡിയ ചിലയിടത്തൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉള്ള കാലം ഇത്രയും ദിവസങ്ങളായിട്ടും ഇത് നടന്നിട്ട് ഒരാഴ്ചയായി. അവസാനം ഇന്നലെ ആനന്ദ ബോസ് എന്ന് പറയുന്ന മലയാളിയായ ഗവർണർ ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചു. തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായി. അദ്ദേഹത്തിന് Z+ കാറ്റഗറി സുരക്ഷയുള്ള ആളാണ്. മമതയായിട്ടുള്ള ഫൈറ്റിന്റെ പേരിൽ. അപ്പോൾ ഗവർണറെ പോലും ആക്രമിക്കുന്നു, ED-യെ ആക്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ദിവസമായിട്ട് അവിടെ 144 ആണെന്ന് തോന്നുന്നു. അതെ. ഈ കർഫ്യൂ ഉണ്ട്, നിരോധനാജ്ഞയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വാർത്തകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ BJP-ക്കോ സംഘപരിവാരത്തിനോ മോദിക്കോ എതിരാണെങ്കിൽ കൊണ്ടാടുന്ന മാധ്യമങ്ങൾ ഇരകൾ ഹിന്ദുക്കളാവുമ്പോൾ നിശബ്ദരായിരിക്കുന്നു. നാഷണൽ മീഡിയ പക്ഷേ എത്രത്തോളം കുറ്റകരമായ ഒരു പക്ഷപാതം കാണിക്കുന്നുണ്ടോ? ഞാൻ മലയാള മീഡിയ നാഷണൽ മീഡിയയിൽ വന്നതുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും മലയാളം അത് ഇവിടെ മനുഷ്യന്റെ അവകാശത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി ഒക്കെ വാദോരാത പ്രസംഗിക്കുന്ന മലയാള മനോരമയും ഏഷ്യാനെറ്റും മാതൃഭൂമിയൊക്കെ എവിടെയാണ്? 24 ഒക്കെ എവിടെയാണ്? അവരാരും കാണുന്നില്ലേ ബംഗാളിലെ മനുഷ്യന്റെ നിലവിളി? അത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സാർ. അത് ഒന്നാമത് മലയാളിക്ക് വേണ്ടത് എന്താണ്, അതാണല്ലോ മലയാളം മാധ്യമങ്ങൾ കൊടുക്കുക. അതാണല്ലോ അവർ പൊളിറ്റിക്സ്. അത് കാര്യമാക്കണ്ട. പക്ഷേ നാഷണൽ മീഡിയ കൊടുക്കുകയും നാഷണൽ മീഡിയ വന്നതുകൊണ്ട് നമ്മൾ മുമ്പൊരിക്കൽ ഭാഷ ഓർക്കുന്നുണ്ടോ? ഇതേപോലെ ബംഗാളിൽ വലിയ അക്രമം നടന്നപ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് ഒരാൾ വിളിച്ചു ചോദിച്ചു, ബംഗാളിൽ എന്താണ് നടക്കുന്നത്, നിങ്ങൾ റിപ്പോർട്ട്, ഞങ്ങൾക്ക് സൗകര്യമില്ല, കുറേ എണ്ണം ചാവട്ടെ എന്നൊരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞു. അവർ ആ മാധ്യമ സ്ഥാപനത്തിന് പിന്നീട് പുറത്ത് പോകേണ്ടി വന്നു. ഇതെന്തായാലും മാധ്യമങ്ങൾ ഇത്ര മൂടി വെച്ചാൽ ഇന്ത്യയിൽ നാഷണൽ മീഡിയയിൽ വരികയും പിന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും നമ്മൾ കുറച്ച് സമയം എടുത്താലും അത് വരും. ബംഗാളിലെ മീഡിയക്ക് മാത്രമല്ല ഇപ്പോൾ അത് മൂടി വെക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ.
ബംഗാളിലെ മീഡിയക്ക് ഇനിയിപ്പോൾ ലെഫ്റ്റിനോട് ഒരു അന്ധമായ ആഭിമുഖ്യം പുലർത്തുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാന്ദർഭികം. അതൊന്നും ശാശ്വതമായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ മീഡിയയൊക്കെ തീർച്ചയായിട്ടും മാറും, അവരുടെ നിലപാടുകളും മാറും. ഇപ്പോൾ തൽക്കാലം ബംഗാളിനോട് ഒരു പ്രോ ബംഗാൾ അല്ലെങ്കിൽ പ്രോ ലെഫ്റ്റ് നിലപാടെടുക്കുന്നത് കേരളത്തിലെ ഭരണകൂടത്തിനോട് അതിൻ്റെ സൗകര്യങ്ങൾ ഇവർക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും ഈ വാർത്തകൾ പുറത്തു വരാതിരിക്കില്ല. എന്തായാലും ബംഗാളിനെ കുറിച്ചുള്ള വലിയ ആശങ്കയുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ പരാതി ആക്ഷേപം മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ചാണ്. കേരളത്തിലെ മാധ്യമങ്ങളെ നിലനിർത്തുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളും പണം കൊടുത്തും വരിയടച്ചുമാണ് ഇവിടുത്തെ മാധ്യമങ്ങളെ നിലനിർത്തുന്നത്. അവരുമായി ബന്ധപ്പെട്ട, അവരുടെ സമുദായവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു ജീവൽ പ്രശ്നം മറച്ചു വെക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം. തീർച്ചയായിട്ടും മീഡിയയുടെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മീഡിയയുടെ വർഗീയത എന്ന് പറയുന്നത് പോലും അവരുടെ കച്ചവടത്തിനപ്പുറം വല്ലതുണ്ടോ സാർ? ഇപ്പോൾ മനോരമയുടെ പൊളിറ്റിക്സ് എന്താ നമുക്കറിയാം. അത് ജാതിയൊന്നുമല്ല, അതിൻ്റെ ഒരു കോൺഗ്രസ് ക്രിസ്ത്യൻ എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ എന്താണ് കേരള കൗമുദിയുടെ പൊളിറ്റിക്സ്, മാതൃഭൂമിയുടെ പൊളിറ്റിക്സ് എന്താ? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് പ്യുവർലി റിലേറ്റഡ് ടു അവരുടെ സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് കേരള മീഡിയ മാത്രമല്ല, ഭരണകൂടം ഉണ്ടാകുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങളും കൂടി ഇവർക്ക് വേണ്ടി വരും. അതിനപ്പുറത്തൊരു വർഗീയതയൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കാര്യമായിട്ടാണ്. അത് പിന്നെ വർഗീയതയ്ക്ക് വേണ്ടി മാത്രം തുടങ്ങിയ പത്രങ്ങളുണ്ട്, അവരൊന്നും പ്രതീക്ഷിക്കരുത്. അല്ലല്ല, അതിനകത്ത് ഭാഷ പറഞ്ഞിട്ട് എനിക്ക് വിയോജിപ്പുള്ളത്. കാരണം ഈ ചില സമുദായങ്ങളിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ പർവ്വതീകരിക്കും. അവരുടെ പ്രശ്നങ്ങളും അവരുടെ മനുഷ്യാവശ്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ സന്ദേശകാലിയിൽ നിന്നും ബാസിർഘട്ടിൽ നിന്നും ഉയരുന്നത് മനുഷ്യൻ്റെ നിലവിളി തന്നെയാണ്. പക്ഷേ അവർ ഹിന്ദുക്കളായിപ്പോയി എന്നതുകൊണ്ട് തമസ്കരിക്കപ്പെടണം എന്ന് പറയുന്നതിനോട് തമസ്കരിക്കണം എന്ന് ഞാൻ പറയില്ല. അതിനകത്ത് ജാതിയുണ്ട്, മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിൽ പോലും സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഒരേ പത്രത്തിൻ്റെ ഒരു ദിവസത്തെ തലക്കെട്ടിന് തന്നെ പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ട്. മലബാറിലെ തലക്കെട്ടല്ല തെക്കോട്ട് വരുന്നത് പലപ്പോഴും. കച്ചവടം പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ്. ആ കച്ചവടത്തിന്റെ ഭാഗമായാണ് ബംഗാളിൽ നിന്നുള്ള ഈ നിലവിളികൾ ഇവർ അമർത്തി വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ പത്രസ്ഥാപനങ്ങളും എല്ലാ മീഡിയയും വ്യാപാര സ്ഥാപനങ്ങളാണ്. അവർക്ക് അവരുടെ വ്യാപാര താല്പര്യങ്ങളുണ്ടാവും. ഈ വ്യാപാര താല്പര്യത്തിനിടയിൽ ഇമാതിരി ജനങ്ങൾ അറിയാതെ പോകുന്ന പൊള്ളുന്ന വാർത്തകൾ, അതും ബന്ധു നീറുന്ന വാർത്തകൾ പുറം ലോകത്തെ അറിയിക്കാതിരിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. ഇത് അവർക്ക് വരി കൊടുക്കുന്ന ഒരു വലിയ സമൂഹത്തോട് ചെയ്യുന്ന അനീതിയാണ്, വഞ്ചനയാണ്. തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ കാണണം. മാധ്യമങ്ങളെ ഇതുവരെ ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ആ വാർത്ത മലയാളത്തിൽ വന്നില്ല എന്നത് മലയാള മാധ്യമങ്ങളെ കണ്ണു തുറപ്പിക്കേണ്ടതുമാണ്. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.